വെൽക്കം ടു അനദർ സെഷൻ ഓഫ് തെർമൽ എഞ്ചിനീയറിംഗ്. ഞാൻ അനിൽ. ഒരു ബേസിക് ഗ്യാസ് ടർബൈൻ പ്ലാന്റിൻ്റെ പ്രധാന കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു എയർ കംപ്രസർ, കംപ്രഷൻ ചേംബർ, ഗ്യാസ് ടർബൈൻ എന്നിവയാണ്. ഒരു ബേസിക് ബ്രേട്ടൺ സൈക്കിളിൽ പ്രധാനമായും 2 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സുകളും 2 ഐസെൻട്രോപിക് പ്രോസസ്സുകളുമാണുള്ളത്. കംപ്രഷനും എക്സ്പാൻഷനും ഐസെൻട്രോപിക് ആയും ഹീറ്റ് റിജക്ഷനും ഹീറ്റ് അഡിഷനും കോൺസ്റ്റൻറ്റ് പ്രഷറിലുമാണ് അസ്യൂം ചെയ്യുന്നത്. ഈ ഒരു ബ്രേട്ടൺ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 3 to 4 എന്ന പറഞ്ഞ പ്രോസസ്സിലാണ് ആക്ച്വലി നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് എക്സ്പാൻഷൻ ഇൻ ടർബൈൻ. ആ ലൈനിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ അറ്റ് ദ ഇൻലെറ്റ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് കംപ്രഷനും എക്സ്പാൻഷനും ഐസെൻട്രോപിക് പ്രോസസ്സുകളായിട്ടാണ്. ഇൻ ആക്ച്വൽ കേസ് അതൊരിക്കലും പോസിബിൾ അല്ല. സോ അതിൻ്റെ ഇൻറ്റേർണൽ എഫിഷ്യൻസി, ഇൻറ്റേർണൽ ഐസെൻട്രോപിക് എഫിഷ്യൻസി എത്ര ക്ലോസ് ടു 100 ആവുന്നോ അത്രയും നല്ലതാണ്, അത്രയും അതിന് ഹൈ എഫിഷ്യൻസി ആയിരിക്കും. സോ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ എഫിഷ്യൻസീസ് ഓഫ് ടർബോ മെഷീനറീസ് ലൈക്ക് ടർബൈൻ, കംപ്രസർ എക്സെട്ര. അടുത്തതായി കുറച്ച് അഡീഷൻസ് ആണ്. ഇൻ്റർകൂളിംഗ്, റീജനറേഷൻ ആൻഡ് റീഹീറ്റിംഗ് എന്നീ അഡീഷൻസ് ആണ് ബ്രേട്ടൺ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ. അത് ഓരോന്നായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായി റീജനറേറ്റർ. ആക്ച്വൽ ബേസിക് സൈക്കിളിൽ കംപ്രഷൻ, അത് കഴിഞ്ഞാൽ കംപ്രഷൻ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ എന്നായിരുന്നു. ബട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു അഡീഷണൽ റീജനറേറ്റർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. 1 to 2 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ, 2 to 3 ഹീറ്റ് അഡീഷൻ ഇൻ റീജനറേറ്റർ, 3 to 4 കംപ്രഷൻ ഓർ ഹീറ്റ് അഡീഷൻ ഇൻ കംപ്രഷൻ ചേംബർ, 4 to 5 എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ, ആൻഡ് 5 to 6 എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്ഷൻ ടു ദ ന്യൂ ഗ്യാസ്. ഇതാണ് നമ്മുടെ ഒരു റീജനറേറ്റർ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു TS ഡയഗ്രാം വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ ആണ്, 2 to 3 എന്ന് പറയുന്നതാണ് ഹീറ്റ് അഡീഷൻ ഇൻ റീജനറേറ്റർ, 3 to 4 ആണ് ഹീറ്റ് അഡീഷൻ ഇൻ കംപ്രഷൻ ചേംബർ. നമുക്കിതിൽ നിന്നും മനസ്സിലാവും ആക്ച്വൽ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു റീജനറേറ്റർ അവിടെ ഇല്ലെങ്കിൽ 2 to 4 ആയിരിക്കും നമ്മളെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത്. ഈ എൻറ്റയർ ലെങ്ത്തും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യണം. ബട്ട് നമ്മൾ റീജനറേറ്റർ അവിടെ പ്രൊവൈഡ് ചെയ്തത് കൊണ്ട് 3 to 4 മാത്രമേ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത്, 2 to 3 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അവിടെ ഇൻപുട്ട് കുറഞ്ഞു. ഫോർ ദ സെയിം ഔട്ട്പുട്ട് 4 to 5 ഔട്ട്പുട്ട് കോൺസ്റ്റൻറ്റും ഇൻപുട്ട് കുറയുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. 5 to 6 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷൻ ഇൻ റീജനറേറ്റർ ആണ്. 6 to 1 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷൻ ടു അറ്റ്മോസ്ഫിയർ. ഒന്നും കൂടെ പറയാണ്, 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ ഇൻ കംപ്രസർ, 2 to 3 ഹീറ്റ് അഡീഷൻ ഇൻ റീജനറേറ്റർ, 3 to 4 ഹീറ്റ് അഡീഷൻ ഇൻ കംപ്രഷൻ ചേംബർ. രണ്ടും നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് അസ്യൂം ചെയ്യുന്നത്. 4 to 5 എക്സ്പാൻഷൻ ഇൻ ടർബൈൻ, 5 to 6 ഹീറ്റ് റിജക്ഷൻ ഇൻ റീജനറേറ്റർ, 6 to 1 ഹീറ്റ് റിജക്ഷൻ ടു അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് വൺ ഇൻ്റർകൂളിംഗ്. ബ്രേട്ടൺ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ടർബൈനിലേക്കുള്ള ഇൻപുട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്, ഓർ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിംഗിൾ കംപ്രസർ സിസ്റ്റത്തിന് പകരം മൾട്ടി കംപ്രഷൻ സിസ്റ്റം യൂസ് ചെയ്യുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ ഒരു കംപ്രസറിന് പകരം ഒരു ലോ പ്രഷർ കംപ്രസറും ഒരു ഹൈ പ്രഷർ കംപ്രസറും യൂസ് ചെയ്യുന്നു. 1 to 2 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇൻ ലോ പ്രഷർ കംപ്രസർ, 2 to 3 എന്ന് പറയുന്നത് ഇൻ്റർകൂളിംഗ് ആണ്, 3 to 4 അഗെയിൻ കംപ്രഷൻ ഇൻ ഹൈ പ്രഷർ കംപ്രസർ, 4 to 5 ഹീറ്റ് അഡീഷൻ ഇൻ കംപ്രഷൻ ചേംബർ, 5 to 6 എക്സ്പാൻഷൻ ഇൻ ടർബൈൻ, 6 to 1 ഹീറ്റ് റിജക്ഷൻ. എന്നിങ്ങനെയാണ് ഒരു ഇൻ്റർകൂളിംഗ് സൈക്കിളിലെ പ്രധാന പ്രോസസ്സുകൾ. ഒരു TS ഡയഗ്രത്തിൽ നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്യാം. 1 to 2 എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് കംപ്രഷൻ ഇൻ ഫസ്റ്റ് കംപ്രസർ, ദാറ്റ് ഈസ് ലോ പ്രഷർ കംപ്രസർ. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കടത്തി വിടാം. 2 to 2'. നിങ്ങൾക്ക് ഈ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും, ഇത് വർക്ക് ഇൻപുട്ട് ആണ്. 2 to 2' ആണ് നമ്മൾ ആ കേസിൽ ഇൻപുട്ട് ചെയ്യേണ്ട വർക്ക്.
സപ്പോസ് നമ്മൾ ഇൻ്റർകൂളിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 to 3 അവിടെ ഇൻ്റർകൂൾ ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ 3 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് റെഡ്യൂസ് ചെയ്തു. 3 to 4 അഗെയിൻ കംപ്രഷൻ ഇൻ ഹൈ പ്രഷർ കംപ്രസർ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 3 to 4 എന്ന വർക്ക് ഇൻപുട്ടാണ് നമ്മൾ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കേണ്ടത്. ആ വർക്കും 2 to 2' എന്ന വർക്കും കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും 3 to 4 എന്ന വർക്കാണ് കുറവ്. അതായത് ഇൻ്റർകൂളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ചെയ്യേണ്ട വർക്ക് റെഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1 to 2 ആൻഡ് 3 to 4 ആണ്. അത് 1 to 2 പ്ലസ് 2 to 2' കുറവായിരിക്കും. 4 to 5 എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ ഇൻ കംപ്രഷൻ ചേമ്പറാണ്. അത് കോൺസ്റ്റന്റ് പ്രഷറാണ്. 5 to 6 എക്സ്പാൻഷൻ ഇൻ ടർബൈൻ ആൻഡ് 6 to 1 ഹീറ്റ് റിജക്ഷൻ. ഇൻ്റർകൂളിങ്ങിൻ്റെ മാക്സിമം എഫിഷ്യൻസി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണ് യൂസ് ചെയ്യാറ്. ഈ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്ന് പറഞ്ഞാൽ T1 ടെമ്പറേച്ചർ അറ്റ് 0.1 ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് 0.3. സ്പെസിഫിക്കലി പറഞ്ഞാൽ ലോ പ്രഷറിലേക്ക് ഇൻലെറ്റ് ചെയ്യുന്ന ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും ഹൈ പ്രഷർ കംപ്രസറിലേക്ക് ഇൻലെറ്റ് ചെയ്യുന്ന ഗ്യാസിൻ്റെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കണം. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്ന് വിളിക്കുന്നത്. പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലായിരിക്കും മാക്സിമം എഫിഷ്യൻസി. അടുത്ത അഡിഷൻ എന്ന് പറയുന്നത് റീഹീറ്റിംഗ് ആണ്. ഇതിൽ നമ്മൾ ഒരു സിംഗിൾ കംപ്രസർ 2 ടർബൈൻ നമ്മൾ യൂസ് ചെയ്യുന്നു. 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ്, 2 to 3 കംപ്രഷൻ ചേമ്പർ ഹീറ്റ് അഡിഷൻ, 3 to 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ടർബൈനിലെ എക്സ്പാൻഷൻ ആണ്. ആ എക്സ്പാൻഡ് ചെയ്ത ഗ്യാസ് എഗെയിൻ നമ്മളൊരു റീഹീറ്റർ അല്ലെങ്കിൽ കംപ്രഷൻ ചേമ്പർ 2ലേക്ക് കൊടുക്കുന്നു, ഹീറ്റ് ചെയ്യുന്നു, 5ലേക്ക് എത്തിക്കുന്നു. 5 to 6 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഇൻ സെക്കൻഡ് ടർബൈൻ ആണ്. 6 to 1 ഹീറ്റ് റിജക്ഷൻ. അതൊരു ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ പറയുകയാണ്. 1 to 2 കംപ്രഷൻ, 2 to 3 ഹീറ്റ് അഡിഷൻ ഇൻ കംപ്രഷൻ ചേമ്പർ 1, 3 to 4 നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു ഇൻ ടർബൈൻ 1, 4 to 5 അഗെയിൻ അതിനെ ഹീറ്റ് ചെയ്തു, 5 to 6 എക്സ്പാൻഷൻ ഇൻ ടർബൈൻ 2, 6 to 1 ഹീറ്റ് റിജക്ഷൻ പ്രോസസ്. സപ്പോസ് നമ്മളവിടെ റീഹീറ്റർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ 3 to 4, 4 to 4' എന്നിങ്ങനെയാണ് എക്സ്പാൻഷൻ പ്രോസസ്സുകൾ. ബട്ട് ഈ റീഹീറ്റർ യൂസ് ചെയ്തതിലൂടെ നമ്മൾക്ക് 5 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു. സോ അതിൻ്റെ 5 to 6 ആയിരിക്കും ഇപ്പോൾ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതാണ്, ടർബൈനിലേക്കുള്ള ഇൻലെറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ഈ ഒരു പ്രഷർ ലൈനിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് പ്രഷർ റൂട്ട് ഓഫ് P1 P2. അതായത് ഈ ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രഷറിൻ്റെയും ഫൈനൽ പ്രഷറിൻ്റെയും സ്ക്വയർ റൂട്ട് ആണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് സൈക്കിൾ. അതായത് മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് തരുന്ന സൈക്കിൾ എന്ന് പറയുന്നത്. അടുത്തതായി ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനാണ് ഇൻ്റർകൂളിംഗ്, റീജനറേഷൻ ആൻഡ് റീഹീറ്റിംഗ്. 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ ഇൻ ലോ പ്രഷർ കംപ്രസർ, 2 to 3 ഇൻ്റർകൂളിംഗ്, 3 to 4 കംപ്രഷൻ ഇൻ ഹൈ പ്രഷർ കംപ്രസർ, 4 to 5 ഹീറ്റ് അഡിഷൻ യൂസിങ് റീജനറേറ്റർ, 5 to 6 heat addition using compression chamber, 6 to 7 expansion in high pressure turbine, 7 to 8 reheating using reheater, 8 to 9 expansion in low pressure turbine, 9 to 10 heat rejection in regenerator. ഒരു TS ഡയഗ്രാം നോക്കുകയാണ്. 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ, 2 to 3 ഹീറ്റ് റിജക്ഷൻ ഇൻ ഇൻ്റർകൂളിംഗ്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും T1 ഈക്വൽ ടു T3 ആണ്. അതായത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 3 to 4 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ഇൻ ഹൈ പ്രഷർ സിലിണ്ടർ, 4 to 5 ഹീറ്റ് അഡിഷൻ ഇൻ റീജനറേറ്റർ, 5 to 6 ഹീറ്റ് അഡിഷൻ ഇൻ കംപ്രഷൻ ചേമ്പർ. റീജനറേറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ 4 to 6 ആയിരിക്കും ആക്ച്വൽ ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആകെ കൂടിയിട്ട് 5 to 6 മാത്രമേ ഹീറ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. 6 to 7 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഇൻ ഹൈ പ്രഷർ സിലിണ്ടർ, 7 to 8 നമ്മൾ അഗെയിൻ നമ്മൾ റീഹീറ്റ് ചെയ്തു ആ ഗ്യാസിനെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 8 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിച്ചു. ടെമ്പറേച്ചർ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും. 8 to 10 എക്സ്പാൻഷൻ ഇൻ ലോ പ്രഷർ ടർബൈൻ, 9 to 10 ഹീറ്റ് റിജക്ഷൻ ഇൻ റീജനറേറ്റർ. നമ്മൾ ആ ഹീറ്റ് റീജനറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയാണ് ടു ഹീറ്റ് ന്യൂ ഗ്യാസ് ഫ്രം 4 to 5. 10 to 1 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്ഷൻ ടു അറ്റ്മോസ്ഫിയർ.